ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിഷു ആണേ. അപ്പോൾ നമുക്ക് വിഷു സ്പെഷ്യൽ ഒരു അവിയൽ ഉണ്ടാക്കിയാലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് വെജിറ്റബിൾസ്. ഇതിലെന്തൊക്കെയുണ്ട്? ക്യാരറ്റ്, പയർ, പച്ചക്കായ, പിന്നെന്താ പടവലങ്ങ, മുരിങ്ങക്കായ, പിന്നെ കുറച്ച് കറിവേപ്പില, ചേന ഞാൻ വാങ്ങിയിട്ടില്ല. നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നടാശ? ഉരുളക്കിഴങ്ങ. അവിയലിന് നമ്മൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിലേക്ക് വെള്ളരിക്ക ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ കണിവെള്ളരി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആഡ് ചെയ്യാം കുറച്ച്. പിന്നെ ചേന ഇല്ലാത്തതുകൊണ്ട് സോ ഈ ചേന കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ചേന ഇഷ്ടമുള്ളവർക്ക് ചേന ആഡ് ചെയ്യാം. വെള്ളരിക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ. പയറ്, ക്യാരറ്റ്, പടവലങ്ങ, പച്ചക്കായ, മുരിങ്ങക്കോല്. അപ്പം എനിക്ക് നടാശയ്ക്കും കുറച്ച് മതിയാവുമല്ലോ. സോ ഇത്രയ്ക്കാണ് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി അടുത്ത പരിപാടി തേങ്ങ, നാളികേരം ചതച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് റെസിപ്പി. വളരെ സിമ്പിളാണ്. അപ്പോൾ അവിയലിനെ പച്ചക്കറി അരിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നീളം പീസസ് ആയിട്ടാണ് നമ്മൾ അരിയുക. പിന്നെ എല്ലാം ഒരേ സൈസിൽ അരിയണമെന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരുമിച്ച് വേവാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം ഡിഫറെൻറ്റ് സൈസസ് ആണെങ്കിൽ വേവ് കറക്റ്റ് ആവത്തില്ലല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് നാളികേരം ചിരകാം. ഓക്കെ, അപ്പം ഇനി ഇങ്ങനെ നാളികേരം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നേ നോക്കാം. കാണുന്നില്ലല്ലോ ഇതിൽ. ക്യാമറ ശരിക്കും വെക്കട്ടെ. കാണുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? നമ്മൾ കത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും. എന്നിട്ട് ഇങ്ങനെ എടുക്കും. കണ്ടോ? പോയിരുന്ന കണ്ടോ? ഇതിനെന്താ പറയാ? പൂളി എടുക്കുക എന്ന് പറയും. ഇങ്ങനെ ഇങ്ങനെ. സോ എനിക്ക് തോന്നുന്നു ചിരകനേക്കാൾ ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാരാ പറഞ്ഞത് മമ്മിക്ക്? ഇത് നടാശയുടെ അച്ഛനാണ് ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, കുട്ടിക്ക് വേണോ? തേങ്ങ വേണോ? കൈ മാറ്റി കൈ മുറിയും കേട്ടോ. കത്തിയോ? കുട്ടിക്ക് മമ്മ വേറെ കത്തി തരാം കേട്ടോ. ഈ കത്തി ഇച്ചിരി ഷാർപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇത്രയ്ക്കും വെജിറ്റബിൾസിന് ഒരു അരമുറി തേങ്ങയാണ് എടുക്കുന്നത്. ഇനി അരപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഫൈൻ അരപ്പല്ല, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ക്രഷ് ചെയ്തെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നല്ല ജീരകം, പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ പച്ചമുളക് ആവശ്യത്തിന്. ഞാനിപ്പോൾ ഒരു 3 എടുക്കുന്നത്. നമ്മൾ വേറെ എരിവിനൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നാളികേരം. അപ്പോൾ നല്ല ജീരകം, ചുവന്നുള്ളി, പച്ചമുളക്, നാളികേരം. ഇത് അപ്പോൾ യൂട്യൂബാണ് നമ്മളുടെ ഗുരു. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നടാശ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ഇത് വന്നേ. കത്തി എടുത്താലേ കുട്ടിയുടെ കൈ മുറിയത്തില്ലേ?
നാളികേരം ഞങ്ങൾ ചിരകാറില്ല. നാളികേരം എങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഉപ്പിട്ടു. അതുപോലെ പിന്നെന്താ നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു. എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂട്ടിയിട്ടാലാണ് അവിയലിന് ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവാൻ തോന്നുന്നു. കൂടില്ല എന്ന് വിചാരിക്കുന്നു. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഒഴിക്കണ്ടേ? പിന്നെ ഒഴിക്കേണ്ടത് ഇച്ചിരി വെളിച്ചെണ്ണ. ഓക്കെ, ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതിലേക്ക് മാറ്റട്ടെ. ഇതാ വലിയ ബർണർ ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഇത് വേവിക്കാം. ഇതിലേക്ക് പച്ചമുളക് കീറിയിടാം കേട്ടോ. അത് ഞാൻ മറന്നുപോയി, അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടേക്കുന്നത് നല്ല ജീരകമാണ്. ഇത്ര അധികം വേണോ? ഇച്ചിരി മാറ്റുന്നുണ്ട്. ഇത്രയ്ക്ക് നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടില്ലാന്ന് വിചാരിക്കണം. പിന്നെ ഇതിലേക്ക് 3-4 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, ഒരെണ്ണല്ല 2 ആഡ് ചെയ്യുന്നുണ്ട്, 2 പച്ചമുളക്, പിന്നെ നമ്മളുടെ നാളികേരം. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിത് ക്രഷ് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് പേസ്റ്റായിട്ട് അരയ്ക്കണ്ട, ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, നോക്കാം എന്താ അവസ്ഥ. കണ്ടോ, ഇത് മതിയാവും തോന്നുന്നു. ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തേക്കാം. അധികം ഫൈനായിട്ട് അരയ്ക്കേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്നൊരു തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മളൊരു കാര്യം മറന്നുപോയി. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി യമ്മി അവിയലാണ് ഇഷ്ടം, ഡ്രൈ അവിയലിനേക്കാളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഒട്ടും വെള്ളമില്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെ ഡയറക്റ്റ് പച്ചക്കറി വേവിക്കാം. ജസ്റ്റ് ഇച്ചിരി വെള്ളം തെളിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചേക്കുന്നത്. സോ ഇച്ചിരി ക്രീമി ആയിട്ട് കിടക്കും. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് മൂടി വെച്ചിട്ട് ഈ ഒരു നാളികേരം വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഇത് കണ്ടോ, മുരളിയ തൈര്, നല്ല കട്ടി തൈരാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം വെജിറ്റബിൾസ് ഉടയാത്ത പോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ വിഷു സ്പെഷ്യൽ അവിയൽ റെഡി.